ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രമാണ്. തലയോർത്ത് നിൽക്കുന്ന 6 STS ക്രെയിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 35 ഇപ്പോൾ തിരിച്ചു പോകുന്ന പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളെ കാണുന്നത്. 2 ടഗ് ബോട്ടുകളുണ്ട്. ആ 2 ടഗ് ബോട്ടുകൾ ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷം ഷിപ്പിനെ ബെർത്തിൻ്റെ സൈഡിൽ നിന്ന് വലിച്ചു മാറ്റുന്ന ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നുണ്ടോ. അതായത് നമ്മുടെ ബെർത്തിന് കേടുപാടൊന്നും സംഭവിക്കാതെ, കാരണം ഇതൊരു കൺസ്ട്രക്ഷൻ പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. അതിന് കേടുപാടൊന്നും സംഭവിക്കാതെ വളരെ സേഫായിട്ട് ഷിപ്പിനെ റോപ്പ് ഉപയോഗിച്ച് ടൈ ചെയ്തതിന് ശേഷം നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷെൻഹുവ 35 244 മീറ്റർ നീളമുള്ള ഷെൻഹുവ 35-ന് 42 മീറ്ററാണ് ബെർത്ത്. അതായത് നമ്മുടെ ഷെൻഹുവ 16 ഇവിടെ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഷെൻഹുവ 16 പോയപ്പോൾ 241 മീറ്റർ നീളമുള്ള ഷിപ്പാണ് ഷെൻഹുവ 16. ഇതാവട്ടെ 244 മീറ്റർ, അതിൻ്റെ 3 മീറ്റർ നീളം കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ബെർത്തും നമ്മുടെ ഷെൻഹുവ 35-ഉം തമ്മിൽ ആ ഡിസ്റ്റൻസ് മനസ്സിലാവുന്നു. വളരെ സാവധാനത്തിൽ പിന്നിലേക്ക് വലിച്ചു നീക്കുകയാണ്. അതായത് പോർട്ടിനകത്തോട്ട് ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലോട്ട് വളരെ ശക്തിയായിട്ട് ടഗ് ബോട്ടുകൾ പുള്ളി എന്ന് കാണാൻ സാധിക്കുന്നു. കണ്ടോ, ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇനി അടുത്ത് നമുക്ക് വരാൻ പോകുന്നത് ഷെൻഹുവ 34 ആണ്. ഇപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് വ്യക്തമായിട്ട് മനസ്സിലാവും. ഏതാണ്ട് 900, 700, 800, 900 മീറ്റർ വീതി വരെ നമ്മുടെ ബെർത്തും നമ്മുടെ ബ്രേക്ക് വാട്ടറും തമ്മിൽ ഉള്ള ഗ്യാപ്പിൻ്റെ വീതിയാണ്. അങ്ങനെ പറയാൻ കാരണം ആ ബ്രേക്ക് വാട്ടർ ഘടന നിങ്ങൾക്കറിയാം. ഏറ്റവും ബാക്കിൽ, അതായത് ഇപ്പോൾ ഷിപ്പ് നിന്ന് തിരിയുന്ന സ്ഥലത്ത് ഏതാണ്ട് 900 മീറ്ററാണ് വീതിയുള്ളത്. നമ്മുടെ ഷെൻഹുവ 35 ആവട്ടെ 244 മീറ്ററാണ്. കണ്ടോ, ഒരു അപൂർവ കാഴ്ച തന്നെയാണ്. ഷെൻഹുവ 35 നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിനോട് വിട പറഞ്ഞ് പോവുകയാണ്. ഡെസ്റ്റിനേഷൻ വ്യക്തമല്ല, ഷാങ്ഹായി ആണോ എന്നറിയില്ല. ഷെൻഹുവ 16 പോയതുപോലല്ല ഷെൻഹുവ 35 പോകുന്നത്. ആ 2 വീഡിയോ നമുക്ക് നോക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഡോൾഫിൻ 27 ആൻഡ് ഡോൾഫിൻ 35 ഈ 2 ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ ഷെൻഹുവ 35 വളരെ സാവധാനത്തിൽ നിന്ന് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നിലവിൽ ട്രെഡ്ജിങ് കഴിഞ്ഞ ശേഷം 20 മുതൽ 22 മീറ്റർ വരെ ഡെപ്ത് ഈ പറയുന്ന ഈ ഷിപ്പ് നിൽക്കുന്ന സ്ഥലത്ത് കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. കറക്റ്റായിട്ട് അറിയില്ല, ഏതായാലും 20 മുതൽ 22 മീറ്റർ വരെ ഉണ്ട്. നാച്ചുറൽ ഡെപ്ത് വിഴിഞ്ഞത്തിൻ്റെ 18 മീറ്ററാണ്. 18 മീറ്റർ മുതൽ 20 മീറ്റർ വരെയാണ്. അതിനെ 22ലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കണം ട്രെഡ്ജ് ചെയ്ത്. ആ പറയുന്ന നാച്ചുറൽ സാൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ യാർഡ് എക്സ്റ്റൻഷൻ വർക്ക് നടക്കുന്നത്. കണ്ടോ, വളരെ സാവധാനത്തിൽ ഷെൻഹുവ 35 തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. ഷെൻഹുവ 16 പോയപ്പോഴും ഇങ്ങനെ കിട്ടിയിരുന്നു. ഷെൻഹുവ 35 പോവുകയാണ്. അടുത്ത് വരാൻ പോകുന്നത് ഷെൻഹുവ 34 ആണ്. അതിപ്പോൾ തായ്വാൻ പിന്നിട്ട് വിയറ്റ്നാം ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരുന്നതിൻ്റെ അപ്ഡേഷൻ ഞാൻ ഇന്നലെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ നോക്കാം. ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, കാരണം നല്ലൊരു സൗണ്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ ലൈവ് റെക്കോർഡിംഗ് ആണ് ചെയ്യുന്നത്. ZPMC എന്നുള്ള ബാഡ്ജിങ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഷെൻഹുവ 16 തിരിഞ്ഞാണ് പോയിട്ടുള്ളത്. ഇങ്ങനെയല്ല, നമ്മുടെ ഷിപ്പിൻ്റെ ഈ പറയുന്ന പൈലറ്റ് ഇരിക്കുന്ന ഭാഗം തിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയല്ല. ഷിപ്പ് പൂർണ്ണമായിട്ടും ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് പോകുന്നത്. രണ്ടും ഡിഫറൻ്റാണ്. ഈ കറക്റ്റ് സമയത്തിന് ഇവിടെ വരാൻ പറ്റുന്നൊരു ലെക്കാണ്. അത് മാത്രമല്ല, നമുക്ക് ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഷെൻഹുവ 34-ൻ്റെ ഡീറ്റെയിൽ എടുക്കാൻ നോക്കിയതാണ്. ആ സമയത്ത് ഷെൻഹുവ 35-ൻ്റെ ഡീറ്റെയിൽ നോക്കിയതാണ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഷാങ്ഹായി എന്ന് മാറ്റിയിരിക്കുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി ഇന്ന് രാവിലെ തന്നെ ഷിപ്പ് ഇവിടെ നിന്ന് പോകും. അതിനനുസരിച്ച് വന്നതാണ്. ആ സമയത്ത് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. ഇതിപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഷെൻഹുവ 35 പൂർണ്ണമായിട്ടും എൻ്റെ ഫ്രെയിമിന് ഓപ്പോസിറ്റായിട്ട് പാരലായിട്ട് വന്നിരിക്കുന്നു. കണ്ടോ,
നമ്മുടെ ഇപ്പോഴും നമ്മൾ ഈ കാണുന്ന ബെർത്തും ബ്രേക്ക് വാട്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഷിപ്പിൻ്റെ ഡിസ്റ്റൻസും ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബെർത്തും ബ്രേക്ക് വാട്ടറിൻ്റെ ഇടയ്ക്ക് വളരെ ചെറിയൊരു ഷിപ്പായിട്ടാണ് നമുക്കത് തോന്നുന്നത്. ഇനി നമുക്ക് 5 ക്രെയിന് കൂടെയാണ് വരാനുള്ളത്. അതിൽ ഈ പറയുന്ന 2 STS ക്രെയിനും 3 കാൻഡിലിവർ റൈൻ മൗണ്ട് ഗ്രാൻഡ് ക്രെയിനും ടോട്ടൽ 32 ക്രെയിനുകളാണ് നമ്മളെ ഫസ്റ്റ് ഫേസിൽ നമുക്ക് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായി വരുന്നത്. ഇനി ഷെൻഹുവ 34 ഉടൻ തന്നെ എത്തും. 15-ാം തീയതി 16-ാം തീയതി ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡ് പോർട്ടിൽ നിന്നും നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലെത്താൻ ഏതാണ്ട് 15 ദിവസമാണ് ഇപ്പോൾ നിലവിൽ ഈ ഷിപ്പെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ദിവസം. ഇതുവരെ അതിൽ മാറ്റം വന്നിട്ടില്ല. 14-15 ദിവസത്തിനകത്ത് ഈ പറയുന്ന ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡിൽ നിന്നും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് എത്തും. ഷിപ്പ് പൂർണ്ണമായിട്ടും തിരിഞ്ഞു വന്നിരിക്കുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഷിപ്പ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ പോർട്ടിലെ പൈലറ്റ് ആവാം. പോർട്ടിലെ പൈലറ്റാണ്. പൂർണ്ണമായിട്ടും നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കും ബെർത്തിൻ്റെ വർക്കും പൂർണ്ണമായിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലൊരു 98% ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. 80% മുകളിൽ ബെർത്തിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. കാരണം 730-740 മീറ്ററോളം ബെർത്തിൻ്റെ വർക്ക് പൂർത്തിയായി കാണും. നമുക്ക് സാറ്റലൈറ്റ് വ്യൂ ആയ സെൻറ്റിനൽ ഹബ് ഉപയോഗിച്ച് മാത്രമേ ബെർത്തിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ നമ്മുടെ പോർട്ടിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ, വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ 2 മദർ ഷിപ്പുകൾക്ക്, അതായത് 400 മീറ്റർ നീളമുള്ള 2 ഷിപ്പുകൾക്ക് ഒരേ സമയം ലോഡിങ് അൺലോഡിങ്ങും സാധ്യമാവുകയാണ്. 800 മീറ്റർ നമുക്ക് ബെർത്ത് വീതിയുണ്ട്. 400 മീറ്ററിൻ്റെ ഷിപ്പ് നമുക്ക് ഇവിടെ ഒന്നും ഈസി ആയിട്ട് തിരിഞ്ഞു പോകാൻ സാധിക്കും. നമ്മുടെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ബെർത്ത് താണ്ട് ബ്രേക്ക് വാട്ടർ താണ്ട് കണ്ടോ. ഇത് 244 മീറ്റർ നീളമുള്ള ഷെൻഹുവ 35 ആണ് നമ്മൾ ഈ കാണുന്നത്. 400 മീറ്ററിൻ്റെ ഷിപ്പായാലും ഈസി ആയിട്ട് ഇവിടെ തിരിഞ്ഞു പോകാൻ സാധിക്കുന്നതാണ്. ഷെൻഹുവ 35 വളരെ സാവധാനത്തിൽ ബെർത്തിൽ നിന്നും തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. രണ്ട് STS ട്രെയിനും 4 യാർഡ് ട്രെയിനുമായിട്ട് വന്ന ഷെൻഹുവ 35 ആണ് തിരിഞ്ഞു പോകുന്നത്. വളരെ സാവധാനത്തിലാണ് ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ടഗ് ബോട്ടുകളുടെ സഹായമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടഗ് ബോട്ടുകൾ അപ്പർ സൈഡിൽ നിന്ന്, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് റോപ്പ് കൊണ്ട് ആ ഫ്രണ്ട് പോർഷൻ പുള്ളിയായിരിക്കും. അതായത് സീക്ക് കടലിൻ്റെ ഓപ്പോസിറ്റായിട്ട് പാരലായിട്ട് പുള്ളി ചെയ്യുന്നതാണ് കാണാം. എങ്കിൽ മാത്രമേ അവിടെ അങ്ങനെ തിരിഞ്ഞു വരുള്ളൂ. അതാണ് നമുക്ക് ഈ ടഗ് ബോട്ടുകൾ ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കാത്തത്. എന്നാലും ഈ 2 ഷിപ്പ് പോയപ്പോഴും വീഡിയോ എടുത്ത് നിങ്ങൾ എത്തിക്കാൻ സാധിച്ചത് നിങ്ങളെ പൂർണ്ണ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ. അത് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്കായും കമൻറ്റായും ഷെയറായും ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. ആ സപ്പോർട്ട് തന്നെയാണ് നമുക്കിവിടെ വരാൻ ഇൻസ്പിറേഷനായത്. ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വളരെ ഹൈറ്റിൽ നിന്നുള്ള പ്ലേസിൽ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഷെൻഹുവ 35 വളരെ സാവധാനത്തിൽ തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. കണ്ടോ, ഷെൻഹുവ 16 ഇങ്ങനെയല്ല പോയത്. ഇതാ തിരിഞ്ഞു പോകുന്നുണ്ട് ഷെൻഹുവ 35. ആക്രോഫോർഡിൻ്റെ ലോറികൾ ധാരാളമായിട്ട് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കാരണം ആക്രോഫോർഡ് എനിക്ക് വളരെ കുറച്ച് ദൂരം, എനിക്ക് 100 മീറ്ററിന് താഴെ മാത്രമേ ഉള്ളൂ ആക്രോഫോർഡ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ അവിടെ ഫില്ല് ചെയ്യാനുള്ളത്. അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ധാരാളം ലോറികളുമായി ആക്രോഫോർഡ് പോകുന്നുണ്ട്. ധാരാളം ലോറികൾ ആക്രോഫോർഡ് ഇവിടെ നമ്മുടെ വിഴിഞ്ഞം സൈഡിൽ തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ലോറികളിലായിട്ടാണ് നമ്മുടെ പോർട്ടിലേക്ക് വരുന്നത്. ടഗ് ബോട്ടിൻ്റെ ചെറിയൊരു പ്രഷർ നമുക്ക് കാണാൻ സാധിക്കും. അതാ ഈ ഭാഗത്തൊരു പ്രഷർ കൊടുക്കുന്ന ടഗ് ബോട്ടുകൾ കണ്ടോ തിരിഞ്ഞു പോകുന്നതിന്. അങ്ങനെ ഷെൻഹുവ 35 വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിനോട് വിട പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. അടുത്ത് ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 34 ആണ് വരുന്നത്.
ഷെൻഹുവ സീരീസിലെ കപ്പലുകളാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തേക്ക് ക്രെയിനുമായിട്ട് ഇതുവരെയായിട്ട് വന്നു പോകുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചൈനയിലെ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡിൻ്റെ പോർട്ടിൽ നിന്നാണ് ഈ ഷിപ്പുകളെല്ലാം ക്രെയിനുമായി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്. ഷിപ്പ് പൂർണ്ണമായിട്ട് തിരിഞ്ഞിരിക്കുന്നു. ഷെൻഹുവ 35 തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. വളരെ സാവധാനത്തിൽ നീങ്ങുന്ന ഷെൻഹുവ 35. പൂർണ്ണമായിട്ടും കടലിന് പാരലായിരിക്കുന്നു. ഇപ്പോൾ അധികം സ്പീഡ് കൊടുക്കാതെ തന്നെ വളരെ സാവധാനത്തിൽ പോവുകയാണ് ഷെൻഹുവ 35. ഇവിടെ നിന്ന് തിരിക്കുന്ന ഒരു കാഴ്ച വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. ഫ്രണ്ട്സ്, ഷെൻഹുവ 35 വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് വിട പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തായി നമുക്ക് അറിയേണ്ടത് ഷെൻഹുവ 34ൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ആണ്. നമുക്ക് ആ വിഷ്വലിലേക്ക് പോകാം. ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 34ൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഷെൻഹുവ 34 ആവട്ടെ തായ്വാൻ പിന്നിട്ട് വിയറ്റ്നാം ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നലത്തെ അപ്ഡേഷൻ അത് തന്നെയായിരുന്നു. ഇപ്പോൾ സൗത്ത് ചൈന സീയിൽ എത്തിയിരിക്കുന്നു. നമുക്ക് കൂടുതൽ സ്റ്റാറ്റസിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പീഡ് 12 നോട്ടിംഗ് മൈൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 16/5/2024 3:30 PM ആണ്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 4/5/2024 11:44 AM ആണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ഷെൻഹുവ സീരീസിലെ കപ്പലുകളെല്ലാം ചൈനയിലെ നമ്മൾ ഈ കാണുന്ന ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡിൻ്റെ പോർട്ട് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഉണ്ടോ, പല നിറത്തിലുള്ള ക്രെയിനുകളാൽ നിറഞ്ഞ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡിൻ്റെ പോർട്ടാണ് നമ്മളീ കാണുന്നത്. ഇതിൽ ഈ നീല നിറത്തിൽ കാണുന്ന ക്രെയിനുകളാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഷെൻഹുവ സീരീസിലെ കപ്പലിൽ കൊണ്ടുവരുന്നത്. നമ്മൾ വരുന്ന റൂട്ട് നമുക്ക് നോക്കാം. ഈ ആരോ മാർക്ക് കാണും പോലെ ചാൻസിങ് ഐലൻഡിൽ നിന്ന് പുറത്തിറങ്ങിയ ഷിപ്പ് നേരെ പോകുന്നത് ഈസ്റ്റ് ചൈന സീ വഴി തായ്വാൻ വഴി നേരെ സൗത്ത് ചൈന സീയിലെത്തിയ ശേഷം അവിടെ നിന്നും വിയറ്റ്നാം പിന്നിട്ട് നേരെ സിംഗപ്പൂരിലെത്തി. സിംഗപ്പൂർ, മലാക്ക കടലിലേക്ക് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുവഴി നേരെ ആൻഡമാൻ നിക്കോബാർ സീയിൽ കയറിയ ശേഷം ബേ ഓഫ് ബംഗാളിലെത്തി. ശ്രീലങ്കയുടെ കൊളംബോ പോർട്ട് നമുക്കിവിടെ കാണാം. കൊളംബോ പോർട്ടിൻ്റെ അടുത്തുകൂടി നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തേക്കാണ് നമ്മുടെ ഷെൻഹുവ സീരീസിലെ കപ്പലുകൾ ക്രെയിനുമായി വന്നുകൊണ്ടിരിക്കുന്നത്. ആ വരുന്ന കപ്പലുകളിൽ അവസാന കപ്പലാണ് ഷെൻഹുവ 34 എന്നുള്ള കപ്പൽ. 5 ക്രെയിനുമായിട്ടാണ് ഷെൻഹുവ 34 നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ വരുന്നത്. 2 STS ക്രെയിനും 3 കാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിനുമായിട്ടാണ് ഷെൻഹുവ 34 നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നത്. താങ്ക് യു ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.